എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 നടന്ന SSLC മെയിൻ എക്സാമിനേഷൻ്റെ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളൊന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഗീതാഞ്ജലി ഈസ് ദ ഡാഷ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. എന്താ പറയുക? മാഗ്നം ഒപ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്ലേസ് വേർ ബേർഡ്സ് ആർ കെപ്റ്റ് ഈസ് കോൾഡ് ആൻ dash. Aviary. Next question. The chief guest dash in time. The chief guest turned up in time. Next question. Identify the word with correct spelling. Occasion എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? OCCASION. Occasion. Next question. Choose the correct passive form for the following. Of the following. Manoj has read many good books. എങ്ങനെയാണ് എഴുതുക? Many good books have been read by Manoj. Next question. Identify the word which does not mean amend. Amend എന്നുള്ളതിൻ്റെ മീനിങ് അല്ലാത്തത് ഏതാണ്? join എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഐ ഹാഡ് ടൈം, എനിക്ക് ടൈം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഐ വുഡ് വാച്ച് എ ഫിലിം. എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ആസ്ക്ഡ് എങ്ങനെയാണ് പറയുക? വെദർ ഷീ കുഡ് സിംഗ്. നെക്സ്റ്റ്. റീഡ് ദ സെന്റൻസ് ഗിവൺ ബിലോ to find out whether there is any grammatical error in it. The error, if any, will be in one part of the sentence. If there is no error, the answer is 4. Mark the answer in the response sheet. One of our students have won the first place in the competition. No error. ഏതാണ്? One of our students have പറയില്ല. അപ്പൊ ഏതാണ് എറർ ഉള്ളത്? ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ക്വസ്റ്റ്യൻ ബിലോ there is a sentence of which some parts has been jumbled up. Rearrange these parts labeled PQR and S to produce the correct sentence. Choose the proper sequence and mark the answer in the response sheet. By people who do amazing things, but what is more inspiring is how they got there. We are inspired. എങ്ങനെയാണ്? ആദ്യത്തെ ഏതാണ്? വി ആർ ഇൻസ്പയർഡ് എന്നാണ് ആദ്യം വരിക അല്ലെ? വി ആർ ഇൻസ്പയർഡ് ബൈ പീപ്പിൾ ഹു ഡു അമേസിംഗ് തിങ്സ്. പിന്നെ ഏതാണ് വരിക? പിന്നെ ഏത് വരും? പിന്നെ ബട്ട് വാട്ട് ഈസ് മോർ ഇൻസ്പയറിംഗ് ഈസ് ഹൗ ദേ ഗോട്ട് ദർ. അപ്പൊ ഏതാണ് ആൻസർ? കറക്റ്റ് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ഹാർദം. ഹാർദം എങ്ങനെയാ? ഹാർദവമാണോ ഹാർദമാണോ ശരി? ഹാർദമാണ്. ഹാർദം എന്നുള്ളതാണ് ശരി. എ ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഇതിൽ എന്താണ്? സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഹുലം എന്നതിന് പദത്തിന്റെ വിപരീത പദം. വിരളം, ബഹുലം. കുറച്ച് എന്നുള്ളതാണ് വിരളം. ബഹുലം എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഇസ് ഹോട്ട് എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏത്? കാറ്റുള്ളപ്പോൾ പാറ്റണം. 5-6 ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ എന്ന വാക്യത്തിൽ 5-6 എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു? 5-6 എന്നത് എന്താണ്? 5-6 രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. അപ്പൊ ദ്വന്ദ്വനാണ് അവിടെ സമാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ പര്യായം മല്ലാത്ത പദം ഏത്? കാനനം, ആനനം, വിപിനം, ആരണ്യം.
ആനനം എന്നുള്ളതാണ് കേട്ടോ. കാനനം, വിപിനം, ആരണ്യം എന്നൊക്കെ പറഞ്ഞ കാടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു എന്നുള്ളതാണ് ശരിയായ വാക്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഭസന്ധിക്ക് ഉദാഹരണം ഏത്? ലോഭസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർണ്ണം പോണതിനാണ് ലോഭസന്ധി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഏതാണ് ഇതില്? തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്, സമൃദ്ധകാരൻ ലോപിച്ചു, അല്ലെ? ഇങ്ങനെ ചന്ദ്രക്കല എഴുതില്ലേ പ്പ് എന്നുള്ളതിന്, അതാണ് ലോപിച്ചത്. അപ്പൊ ലോഭസന്ധി ഏതാണ്? തണുപ്പുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഷോണിമ എന്ന പദത്തിന്റെ അർത്ഥം. ഷോണിമ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം എന്നുള്ള അർത്ഥമാണ്, ചുവപ്പ് എന്നുള്ള അർത്ഥം. മായൻ എന്ന നോവലിന്റെ ഏത് നോവലിന്റെ കഥാപാത്രമാണ്? ഉമ്മാച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.